സാധാരണ നിലയിൽ ഒരു ഗവർണർ സ്പീക്കർക്ക് കത്തയക്കുമ്പം ആ കത്ത് സ്പീക്കർക്കാണ് ആദ്യം ലഭിക്കേണ്ടത്. പക്ഷേ കത്ത് കോപ്പിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. കാരണം നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഒരു ശരിയാണോ? നിങ്ങൾ ഗവർണർ ഓഫീസ് പരിശോധിക്കും. ഗവർണർ അങ്ങനെ ചെയ്തു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓഫീസ് പരിശോധിക്കേണ്ട കാര്യമാണ്. സ്പീക്കറോട് കത്തെഴുതാനുള്ള അവകാശമൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ചാനലിലും പത്രത്തിലും വന്നതിന് ശേഷമാണ് ഞങ്ങൾ കത്ത് ലഭിക്കുന്നത്. ആ കത്തിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ഹൈലി കോൺഫിഡൻഷ്യൽ എന്നാണ്. അതാണ് അതിൻ്റെ വിരോധാഭാസം. ഹൈലി കോൺഫിഡൻഷ്യൽ എന്നൊരു കത്ത് എഴുതിയിട്ട് സ്പീക്കർക്ക് തരുന്നു. സാധാരണ സ്പീക്കർക്ക് വരുന്ന ഏത് കത്തും സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് തുറക്കാം. പക്ഷേ അതിൽ ഹൈലി കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് പ്രൈവറ്റ് സെക്രട്ടറി ഞാൻ വന്നതിന് ശേഷമാണ് എൻ്റെ സാന്നിധ്യത്തിലാണ് പൊളിക്കുന്നത്. പക്ഷെ അതിൽ ഹൈലി കോൺഫിഡൻഷ്യലായ ഒരു വിവരമില്ല. കാരണം അതൊക്കെ ജനം അറിഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് അത്തരമൊരു ഓഫീസ്, ഗവർണറുടെ ഓഫീസ് ഇങ്ങനെ കോപ്പിയാണോ സ്പീക്കർക്ക് തരേണ്ടത് എന്നുള്ള അവരാണ് ആലോചിക്കേണ്ടത്. ഞങ്ങൾക്ക് ലഭിച്ചത് കോപ്പിയാണ്. കത്ത് പത്രക്കാർക്ക് കൊടുക്കുകയും അതിൻ്റെ കോപ്പി വാങ്ങിച്ച് ഉത്തരം കൊടുക്കേണ്ടവരാണ് സ്പീക്കറുടെ ഓഫീസ് എന്നത് ഗവർണറല്ല, അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് ഡയറക്റ്റ് കത്ത് തന്നാൽ മറുപടി കൊടുക്കും. പത്രക്കാർക്ക് തന്ന കോപ്പി കൊടുത്താൽ മറുപടി കൊടുക്കില്ല. അതിന് മറുപടിയില്ല. ഞങ്ങൾക്ക് നേരിട്ട് തരട്ടെ, അപ്പം മറുപടി കൊടുക്കും.